വെൽക്കം ടു മൈ സബ്ട്യൂബ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ക്രെഡിറ്റ് ആയി എന്ന് കാണിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ട് എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, എത്ര ദിവസം എടുക്കും വരാൻ, എന്തുകൊണ്ടാണ് വരാത്തത്, ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു ക്ലയൻറ്റിൻ്റെ ഡൗട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നമസ്കാരം മാഡം, ഞാൻ ഒരു സംശയം ചോദിക്കാൻ വോയിസ് അയച്ചത്. മാഡം, എൻ്റെ അക്കൗണ്ട് നോട്ടിഫിക്കേഷനിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്നുണ്ട് $109 ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്നത് 22 മാർച്ചിന്. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ആ പൈസ വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് വിളിച്ചു വെച്ചപ്പോ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അക്കൗണ്ടിൽ പൈസ വന്നത് കാണിക്കണില്ല. അതെന്തായിരിക്കും അങ്ങനെ? 22 മാർച്ചിനാണ് പൈസ വന്നെന്ന് പറഞ്ഞ് കാണിക്കാൻ. അതിന് എന്തായിരിക്കും ഒന്ന് പറഞ്ഞുതരാവോ? ഓക്കെ, ഈ വോയിസിൽ പറയുന്ന അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 22-ാം തീയതി, ഈ മാസം മാർച്ച് 2025 22-ാം തീയതി ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് കാണിക്കുന്ന ഒരു എമൗണ്ടാണിത്. ഇത് മാർച്ച് 24-ാം തീയതി ആയിട്ടും ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണ്, പക്ഷേ ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ക്രെഡിറ്റ് ആയിരിക്കുന്ന ഒരു എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ആവാനായിട്ട് 15 days ആണ് ഗൂഗിൾ ആഡ്സെൻസ് പറഞ്ഞിരിക്കുന്നത്. 15 days ആണ് ക്രെഡിറ്റ് ആവാനായിട്ട്. അത് എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെങ്കിലും നമ്മളൊരു 15 ദിവസമാണ് പറയുന്നത്. നോർമലി നമുക്കൊരു 7 ദിവസം കൊണ്ടൊക്കെ കിട്ടും. ഈ 15 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് ആണ്. അതിൽ സാറ്റർഡേ സൺഡേ കണക്ക് കൂട്ടരുത്. യൂട്യൂബിന് എപ്പോഴും സാറ്റർഡേ സൺഡേ ഓഫ്, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. സാറ്റർഡേ സൺഡേയിൽ കാര്യമായ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ക്രെഡിറ്റ് ആവല്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിലേ ആണ്. അപ്പോൾ അത് കൂട്ടാതെ 15 ദിവസം വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ ഇപ്പോൾ അതിൽ നിന്ന് എമൗണ്ട് പോയിട്ട്. ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് മുൻപായിട്ട് നമുക്ക് ഈ അക്കൗണ്ട് ക്രെഡിറ്റ് ആകും. ഇൻ കേസ് ഇത് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഒരു ഹെൽപ്പ് സപ്പോർട്ടുണ്ട്. പേയ്മെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് അതിൽ പോയിട്ട് നമുക്ക് മെയിൽ അയക്കുവാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് തരും. അതിലേക്ക് മെയിൽ അയച്ചാൽ മതി. നമുക്കിതുവരെ ക്യാഷ് റിസീവ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ അതിൽ അവർ സപ്പോർട്ടിങ് ടീം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 1-2 ദിവസം ആയെന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഒരു 7 ദിവസം 8 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് ക്രെഡിറ്റ് ആവും. ഇൻ കേസ് അത് 15 ദിവസമായിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം എന്താ ചെയ്യുക, നമ്മൾ ഇതിൻ്റെ സപ്പോർട്ടിങ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.